ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവൂല്ലേ? പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്നത്തെയും പോലെ ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെ മാല അതിനൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ഇന്നും ഞാൻ ഷെയർ ചെയ്യണത്. അപ്പോൾ ഇതന്നെ അങ്ങനെ കേട്ടിട്ട് എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് മാത്രമാണ് എൻ്റെ ഒരു ഉദ്ദേശം. എത്ര നമ്മൾ വീഡിയോസ് ഇട്ടാലും പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോസ് നമ്മൾ ചെയ്യണത്. പിന്നെ നമുക്ക് കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടെ അറിയിച്ചാലാണ് നിങ്ങൾക്കും ഇതേപോലെ ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വീഡിയോസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ബ്രേസ്ലെറ്റിൻ്റെയും മാലകളുടെ ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഈ ഭാഗത്തുള്ളത് തന്നെയാണ്. കുന്നംകുളം തൃശ്ശൂരൊക്കെ ആ ഭാഗത്തുള്ള ഒരു വ്യക്തി നമ്മുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലായിട്ട് ബ്രേസ്ലെറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആൾക്ക് നമ്മൾ അയച്ചു കൊടുത്തതാണ്. അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോന്ന് സെറ്റാക്കി വെച്ചു. അപ്പോൾ ആ സമയത്ത് അതൊന്ന് വീഡിയോസ് എടുത്ത് അതുപോലെ തന്നെ അത് ഉണ്ടാക്കുന്നതും പിന്നെ ഇന്നലെ മാല ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ടായിട്ട് എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്കറിയാമല്ലോ, അത് നമ്മുടെ സ്പീഡ് കാരണം അതിങ്ങനെ വേഗം സ്പീഡ് കൊണ്ട് അതിങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാക്കിങ്ങിൽ തന്നെ നമ്മൾ മാല എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റിന് നമ്മൾ ഹോൾസെയിൽ റേറ്റായിട്ട് ഇവർക്ക് എത്രക്കാണ് കൊടുത്തതെന്നും റീറ്റെയിലായിട്ട് ഞാൻ ഷോപ്പിൽ എത്രക്കാണ് കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോസിൽ പറയണത്. അപ്പോൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, അല്ലാണ്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് വിട്ടിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പറയണത് എല്ലാം വീഡിയോസിൽ വ്യക്തമായിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ആണെന്നുവെച്ചെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരും. റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനാണ് എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല. കാരണം റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മളിതിൽ പറയുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും വാട്സപ്പിൽ മെസ്സേജ് വിടാൻ. അപ്പോൾ ഒരുപാട് പേര് ബൾക്കായിട്ട് എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം ഇന്നലെ എനിക്കൊരു 5000 രൂപയുടെ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ബണ്ണടക്കം നമുക്ക് 5000 രൂപയുടെ ഓർഡേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി എനിക്ക് ഇന്നലെ പൈസ ഇട്ട് തരികയും ചെയ്ത്. അപ്പം അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ അതിൽ എത്ര കൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ചെയ്തു തരാം. 5000 രൂപക്കൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടെയാണ് സാധനങ്ങൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. 5000-നും 5000-ന് മുകളിലും 3000 വരെ പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത ആളുകൾക്കറിയാം നമ്മൾ ഫ്രീ ആയിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം മുതലാണ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടെ അയക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അതായത് 5000-നും 3000-നും അതുപോലെ തന്നെ 10000-നും ഒക്കെ വാങ്ങിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടെയാണ് നമ്മൾ സാധനം ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നത്. അപ്പം അതൊക്കെ ഞാൻ നിങ്ങളോടൊന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. പിന്നെ ഞാൻ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നത് ഈ ഒരു നൂല് വെച്ചിട്ടാണ് ഞാൻ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നത്. കാരണം ബ്രേസ്ലെറ്റ് നമ്മൾ ഒരു മോഡലിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ മതിയല്ലോ. നമുക്ക് അത് വലിയ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് കൊള്ളാത്തവർക്ക് വേണമെങ്കിലും നമുക്ക് ബ്രേസ്ലെറ്റ് അങ്ങനെ ഇടാം. കാരണം മാലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ നൂല് ഉൾപ്പെടുത്തണം എന്നില്ല. മാലയുടെ മുകളിൽ ഞാൻ കോർക്കുന്നത് കോട്ടൻ്റെ നൂലും ബ്രേസ്ലെറ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ഇലാസ്റ്റിക്കും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എത്ര പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മാലകളായിട്ട് കിട്ടുന്ന ബീഡ്സിൻ്റെ മുകളിൽ ആ മാലയുടെ നൂലിൻ്റെ മുകളിൽ നമ്മൾ കോർക്കുന്ന നൂല് കെട്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത്രയും പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്രേസ്ലെറ്റ് ആണെങ്കിലും മാലകളാണെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം. അപ്പം അത് ഞാൻ നിങ്ങളോടൊന്ന് പറയാമെന്ന് മാത്രം. അപ്പോൾ പിന്നെ ഒരുപാട് പേരുടെ ഡൗട്ടാണ് ഒരു ബ്രേസ്ലെറ്റിൽ എത്ര മണിയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്,
അതുപോലെ തന്നെ ജെംസ് മാല ഉണ്ടാക്കുമ്പോൾ എത്ര എണ്ണമാണ് ഉൾപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ 21 അല്ലെങ്കിൽ 20 ബീഡ്സാണ് ബ്രേസ്ലെറ്റിന് മാലയുടെ ബീഡ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 20 ബീഡ്സ് ആകുമ്പോൾ അത്യാവശ്യം നമുക്ക് പിന്നെ വലിയ സൈസാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല. 20 അല്ലെങ്കിൽ 21 ബീഡ്സാണ് നമ്മൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. അതുപോലെ ജെംസ് മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജെംസിൻ്റെ ബീഡ്സ് ഞാൻ 21 ബീഡ്സും പിന്നെ നമ്മൾ ലാസ്റ്റിലേക്ക് നമുക്ക് ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് വേണം. അതൊരു 18 ആ സൈഡിലും 18 ഈ സൈഡിലുമാണ്. പിന്നെ ഉള്ളിൽ ഓരോ ക്രിസ്റ്റലിൻ്റെ ബീഡ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വെച്ചിട്ടാണ് ഞാൻ മാല കോർക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ മാല കോർത്തെടുക്കുക എന്നുള്ള ട്രിക്കും ഞാൻ ഇതിൽ കൂടെ കാണിക്കുന്നുണ്ട്. അതായത് ഈ ഒരു കോട്ടൻ്റെ നൂലിൻ്റെ മുകളിൽ നമുക്ക് 3 mm ഈ ഒരു സംഭവം വേണം. അതായത് ഗിയർ വയർ, നല്ല കനം കുറഞ്ഞിട്ടുള്ള കമ്പിയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് പിന്നെ ഇങ്ങനെ രണ്ട് മടക്കാക്കുക. 2 മടക്കാക്കിയതിന് ശേഷം നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. കണ്ട, ഇതുപോലെ ഈ വീഡിയോസിൽ കാണുന്ന അതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് അറ്റം വരുന്ന ഭാഗം നന്നായിട്ട് പിരിച്ചെടുക്കുക. ഇത് നമുക്ക് ക്രിസ്റ്റലിൻ്റെ ബീഡ്സൊക്കെ നൂലിൽ കൂടെ കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ പിരിയുടെ ഉള്ളിലേക്കൊക്കെ ഈ നൂല് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഉള്ള എളുപ്പപ്പണിയാണ് ഞാൻ പറയണത്. ഇങ്ങനെ ഒരു കമ്പിയുടെ ഒരു കഷ്ണം, അതായത് 3 mm ഗിയർ വയർ ഇട്ടിട്ട് അതിൽ കൂടെ നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സ് ആണെങ്കിലും പിരിയാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. മാല ചടപടയെന്നാകുമ്പോഴത്തേനും നമുക്ക് മാല റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ സിമ്പിളായിട്ട് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഓരോ മാലകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ട്രിക്ക് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ പറയുന്നുണ്ട്. മാല ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ജെംസിൻ്റെ മാലക്ക് റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് 15 രൂപ. റീറ്റെയിൽ പ്രൈസ് 30 രൂപ അല്ലെങ്കിൽ 25 രൂപക്കൊക്കെ കൊടുക്കുന്ന സാധനമാണ്. അതുപോലെ തന്നെ കൈ ചെയിന്, അതായത് ക്രിസ്റ്റലിൻ്റെ ആ ഗ്ലാസ് ബീഡ്സ് ഉണ്ടല്ലോ, നല്ല വെയിറ്റ് വരുന്ന കൈ ചെയിനാണ്. അത് ഉണ്ടാക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതൊക്കെ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്നത് 12 അല്ലെങ്കിൽ 13 ആ രൂപക്കൊക്കെയാണ് കൊടുക്കുന്നത്. ചെറുതൊക്കെ വരുമ്പോൾ നമ്മൾ 12, വലിയത് ഒരു 22 മണിയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വരുന്ന ബ്രേസ്ലെറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു 14, മിനിമം ലാസ്റ്റ് 14 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതും 6 സെറ്റ് വെച്ചിട്ട് 6 കളർ എടുക്കണം. അങ്ങനെ മാത്രം എടുത്താലാണ് നമുക്കത് ബൾക്കായിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. 25-നും 30-നൊക്കെ കൊടുക്കണവരുണ്ട്, ഓരോരുത്തർ പല റേറ്റിന് കൊടുക്കണവരും ഉണ്ട്. അത് പിന്നെ ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ. ബിഡ്സൊക്കെ മര്യാദക്ക് കുറച്ചേ വേണ്ടുള്ളൂ നമുക്ക്. ബാക്കി നമ്മൾ അതിനനുസരിച്ചിട്ട് മെനക്കെട്ടിട്ട് ഇരുന്ന് ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് 5000-നും 3000-നും 10,000-നും നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും, ഫ്രീ ഷിപ്പിങ്ങോട് കൂടെ സാധനം ഇവിടുന്ന് എത്തിച്ചു തരും. അത് ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു ഓഫറായിട്ട് കണക്ക് കൂട്ടുക. പിന്നെ 10,000-നൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങും തരും. അതിനോടൊപ്പം തന്നെ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും സാധനം ഫ്രീ ആയിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ റീസെല് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ബൾക്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാലകളാണെങ്കിലും ബ്രേസ്ലെറ്റുകളാണെങ്കിലും അതിൻ്റെ ബീഡ്സുകളാണെന്നുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സാധനങ്ങൾ ഞാനവിടെ എത്തിച്ചു തരും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യണ്ട, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ നമുക്ക് ഫ്രീ ടൈമിൽ നമ്മൾ ഇതിനൊക്കെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇനിയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ
ഫ്രീ ആവുന്ന ടൈമിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. പിന്നെ ഒരുപാട് പേര് കാറ്റലോഗ് ചോദിക്കുന്നുണ്ട്, പിന്നെ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ കാറ്റലോഗിൻ്റെ നമ്പർ വേറെയാണ്, അതും ഞാൻ മറക്കാതെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ സോപ്പിൻ്റെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഉമ്മയും മോളും എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ടാഗിൽ ബ്രേസ്ലെറ്റ് വെക്കുന്നതും അതെങ്ങനെയാണ് അത് സെറ്റ് ചെയ്യണതും ഒക്കെ നമ്മൾ ഈ വീഡിയോസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.